ഹായ് 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന്റെ അടുത്ത് പുക്കാട്ടുപടിയിലാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളി 13 കിലോമീറ്റർ, ചാർട്ടർ സ്കൂൾ 3 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ 3 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 3 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷൻ 6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വലിയ ഓറമ്പിൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഈ ഭാഗത്തായി ബോക്സി ടൈപ്പ് ഡിസൈൻ നൽകിയിരിക്കുന്നു. അതിന്റെ അകത്തായി ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണിയുടെ ഹാൻഡിൽ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീലിലും ഗ്ലാസിലുമാണ്. ഇവിടെ ബാൽക്കണിയുടെ മുകളിലായി ലൂർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇപ്പുറത്തെ വശത്തായി സ്ക്വയർ ടു കൊണ്ടുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയുടെ താഴെയായിട്ടാണ് കാർ ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിട്ടുള്ള ടാർ റോഡാണ്. ഈ വീടിന്റെ മതിലിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഈ ഭാഗത്തായി ടെറാക്കോട്ട ജാളികൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റ് സ്ലൈഡിങ്ങിലും ഒരെണ്ണം ഫോൾഡിങ്ങിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഇതാണ് ഈ വീടിന്റെ കാർ പോർച്ച്. ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ 3 ആളുടെ ഒരു ജനലും കൊടുത്തിരിക്കുന്നു. വീടിന്റെ ഈ ഭാഗത്തും ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഈ ഭാഗത്തായി ടെറാക്കോട്ട ടൈലുകളുടെ ടെക്സ്ചറിൽ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ഇറങ്ങിയിരിക്കുന്നു. ഈ ഭാഗത്തായി കലാത്തിയ ചെടികളും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ. വടക്കോട്ട് ദർശനം വരുന്നതാണ് ഈ വീട്. ഈ വീടിന്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്കാണ് പോകേണ്ടത്. ഇതാണ് സിറ്റ് ഔട്ട്. 2 സ്റ്റെപ്പ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുള്ളത്. ഇതാണ് മെയിൻ ഡോർ. നല്ല വലിപ്പമുള്ള മെയിൻ ഡോർ ആണ് ഇത്. 2 പാളിയായിട്ടാണ് മെയിൻ ഡോർ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ 2 ഹാൻഡിലും നൽകിയിരിക്കുന്നു. ഇവിടെ ലൂർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൽ നൽകിയിട്ടുള്ളത് മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ ലൂർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായി ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഒരു ലെഡ്ജും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്യൂരിയോസ് വെക്കാനുള്ള ഒരു ഷെൽഫും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ലിവിങ് സ്പേസ്. മുകളിലായി ഒരു ഷാൻഡിലിയറും കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഐലൻഡ് ടൈപ്പിലുള്ള വാഷ് കൗണ്ടറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ, ഇവിടെ വാനിറ്റി കൗണ്ടർ. ഈ ഭാഗത്തായി ഒരു പില്ലർ ടാപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ ആപ്പിളിന്റെ ഒരു മിററും കൊടുത്തിട്ടുണ്ട്. താഴെയായി ലൂവർ ഡിസൈനും കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. മുകളിലായി ധാരാളം സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ ലൂവർ ഡിസൈനും ഇവിടെ LED ലൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭ്യമാണ്. ഈ ഭാഗത്തായി ഒരു സിങ്കും നൽകിയിരിക്കുന്നു. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. ഡൈനിങ് സ്പേസിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു ബുക്ക് ഷെൽഫും നൽകിയിരിക്കുന്നു. വീടിന്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം.
ഇവിടെ ഓരോ പാളിയുള്ള 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ 2 പാളിയുള്ള ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. കർട്ടനും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു വാർഡ്രോബ് 2 പാളിയുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇവിടെ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിറർ, ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഇവിടെ വെറ്റും ഡ്രൈയുമായി തിരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ടാപ്പ്, മുകളിലായി ഷവറും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഓരോ വാളിലുള്ള 2 ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 2 വാളിലുള്ള ഒരു ജനലും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി സ്ലൈഡിംഗ് വാർഡ്രോബും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് സ്റ്റെയർ. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ്. സ്റ്റെപ്പ് വരുന്നത് വുഡ് ഫിനിഷുള്ള ടൈലാണ്. ഈ ഭാഗത്തായി 2 UPVC വിൻഡോയും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ടെറാക്കോട്ട ജാളികളുടെ ഡിസൈനും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് 2 വശത്തും നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള നേരത്തെ നമ്മൾ കണ്ട ആ ഷാൻലിയറും കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിരിക്കുന്നു. അവിടെയാണ് ബാൽക്കണി. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ പോയിന്റ് നൽകിയിരിക്കുന്നു. ഇതാണ് ടെറസിലേക്കുള്ള സ്റ്റെപ്പ്. ഇതാണ് ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി. ഹാൻഡിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. സിലിണ്ടറിക്കൽ LED ലൈറ്റും. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഇവിടെ UPVC വിൻഡോയും കൊടുത്തിരിക്കുന്നു. 4.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളി 13 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 3 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷൻ 6 കിലോമീറ്റർ, ചാർട്ടർ സ്കൂൾ 3 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ 3 കിലോമീറ്റർ എന്നിങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ള അകലം. വീടിൻ്റെ വില വയ്ക്കുന്നത് 89 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.